ഡോക്ടർ മോഹൻ വറീസ്. കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുതിർന്ന കമാൻഡർ ജനറൽ അഹമ്മദ് വാഹിദി പൊതുവേദിയിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. ഇറാന്റെ നിഴൽ ജനറൽ എന്നറിയപ്പെടുന്ന ഈ അഹമ്മദ് വാഹിദി മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായാണ് ടെഹ്റാനിലെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഖമനയ്ക്ക് ശേഷമുള്ള ഇറാന്റെ പുതിയ അധികാരഘടനയിൽ ഈ വാഹിദിക്കുള്ള നിർണായക സ്വാധീനം ഇപ്പോഴത്തെ ഈ പുനഃപ്രവേശം അടിവരയിടുന്നുണ്ടോ? ഇനിയും തീവ്ര നിലപാടുകൾ ഉണ്ടാകുമോ ഇറാനിൽ നിന്ന്? ഷാഡോ ജനറൽ എന്നാണല്ലോ വാഹിദിയെ പറഞ്ഞിരുന്നത്. അദ്ദേഹം ഉണ്ട് എന്ന് ഉറപ്പൊന്നുമില്ലായിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉറപ്പില്ലായിരുന്നു. അദ്ദേഹത്തെ പൊതുവേദിയിൽ ഒട്ട് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആരാണ് യഥാർത്ഥത്തിൽ ഒരു കമാൻഡ് സ്ട്രക്ചറിനെ നിയന്ത്രിക്കുന്നത്? ഇത് പലരും പറയും IRGCയുടെ തലവനാണ്. അതാരാണ്? ഒരു നിശ്ചയവുമില്ല. ആരാണ് ആത്യന്തികമായി ഉത്തരവുകൾ കൊടുക്കേണ്ടത്? വേണമെങ്കിൽ ചിന്തിക്കാം ആയത്തുള്ള മുജ്തബ ഖുമൈനിയാണ്. പക്ഷെ മുജ്തബ ഖുമൈനിയുടെ വെയറബൌട്ട്സിനെ കുറിച്ച്, എവിടെയാണ് അദ്ദേഹത്തിൻ്റെ താവളം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നില എന്താണ് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയാണ് താഴെ തട്ടിലേക്ക് വരുന്നത്, ഇതെല്ലാം വളരെയധികം ദുരൂഹമായ കാര്യമാണ്. കാരണം സങ്കീർണതകളും ദുരൂഹതകളും ചൂഴ്ന്നു നിൽക്കുന്ന, വേണമെങ്കിൽ അയൺ കർട്ടൻ എന്നുകൂടി വിളിക്കാവുന്ന ഇരുമ്പ് മറയാണ്. സാധാരണ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയാണല്ലോ നമ്മൾ, ചൈന, റഷ്യയൊക്കെയാണ് മുൻകാലങ്ങളിൽ ഇരുമ്പ് മറ എന്ന് വിളിച്ചിരുന്നത്. അതിനേക്കാൾ ശക്തമായ ഇരുമ്പ് മറയാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം, ഒരു ഡിസിഷൻ മേക്കിംഗ് അപ്പറേറ്റസ്. അങ്ങനെയാണ്. അവിടെയാണ് ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ ഖബറടക്ക നീക്കങ്ങളുമായി, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പെട്ടെന്ന് നാടകീയമായി കഴിഞ്ഞ ദിവസം വാഹിദി പ്രത്യക്ഷപ്പെടുകയാണ്. അത് പലരും അത്ഭുതത്തോടെയാണ് കാണുന്നത്. എങ്ങനെയാണ് ഇത്രയും ധൈര്യപൂർവ്വം അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്? മുജ്തബ ഖുമൈനി പ്രത്യക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ അങ്ങനെ വിസിബിൾ ആകുന്നില്ല. യഥാർത്ഥത്തിൽ ആർക്കും അറിയില്ല യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണെന്ന്. ആകെ അറിയാവുന്നത് യുദ്ധസമയത്ത് ഹൈലി ഡീസെൻട്രലൈസ്ഡ്, അതീവ വികേന്ദ്രീകൃതമാണ് ഇറാൻ്റെ യുദ്ധ ഒരുക്കങ്ങൾ. ഇറാൻ പിടിച്ചു നിന്നതിൻ്റെ പ്രധാന കാരണവും ഇറാൻ്റെ 31 പ്രവിശ്യകളും ഒരു മൊസൈക്ക് പാറ്റേൺ, മൊസൈക്ക് ഡിഫൻസ് സിസ്റ്റം എന്നാണ് പറയുക. ഒഫൻസീവ് അല്ല, ആ കേപ്പബിലിറ്റീസ് ഡിഫൻസീവാണ്. ഈ 31 പ്രവിശ്യകളും അതിൻ്റേതായ അവരവരുടേതായ കമാൻഡർമാർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണ് യുദ്ധ ഒരുക്കങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ഒരു കമാൻഡർ കൊല്ലപ്പെട്ടാലോ, ഏതെങ്കിലും ഒരു പ്രദേശത്ത് വലിയ ആക്രമണം നടന്നാലോ മറ്റു പ്രദേശങ്ങൾ അതിനെ ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ സെൻട്രൽ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർന്നാൽ ആ രാജ്യം പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. ആ രാജ്യം പെട്ടെന്ന് കീഴടങ്ങേണ്ടി വരും. ഇതാണ് ഇറാഖിന് സംഭവിച്ചത്. രണ്ടാം ഗൾഫ് യുദ്ധത്തിൽ സദ്ദാം ഹുസൈന് കീഴടങ്ങേണ്ടി വന്നതിൻ്റെ പ്രധാന കാരണം ഇറാഖിൻ്റെ ഡിഫൻസീവ് കേപ്പബിലിറ്റീസ് ആ രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിരുന്നത്. അതിൽ നിന്നും മറ്റനേക അമേരിക്കൻ ആക്രമണങ്ങൾ നടത്തിയ മറ്റ് പലയിടത്തും സംഭവിച്ചത് നന്നായി പഠിച്ചതിന് ശേഷമാണ് ഇറാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഫെബ്രുവരി 28, 2026 ഒറ്റയടിക്ക് 48 എണ്ണം പറഞ്ഞ നേതാക്കളാണ് പെട്ടെന്ന് തന്നെ മരണപ്പെട്ടത് ആക്രമണത്തിൽ. അന്നാണ് ആയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിൻ്റെ കുടുംബ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മുജ്തബ ഖുമൈനി ഒഴികെയുള്ള അദ്ദേഹത്തിനും ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. മുജ്തബ ഖുമൈനിക്കും ഇപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ശാരീരികമായി പൂർണ്ണമായ ഫിറ്റ് ആയിരിക്കില്ല. അതുകൊണ്ടുകൂടിയാവാം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളോ നേരിട്ട് പൊതുമധ്യത്തിൽ വരാത്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെതായി വരുന്ന പ്രസ്താവനകൾ യഥാർത്ഥത്തിൽ ആരാണ് ഇറക്കുന്നത് എന്നത് പോലും സംശയമാണ്. ഇതെല്ലാം തന്നെ ദുരൂഹതയാണ് എന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു നേതാവ് രംഗപ്രവേശം ചെയ്യുന്നത്. ഇപ്പം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തന്ത്രം എന്താണ്? സെലക്റ്റീവായി പ്രധാനപ്പെട്ട ചിന്താ കേന്ദ്രങ്ങളെ, അത് ആണവ ശാസ്ത്രജ്ഞന്മാർ ആകാം, ഫക്കിസാദി മുതലായ ആളുകൾ, അതുപോലെ മിലിറ്ററി ജനറൽമാരായ ആളുകൾ, അല്ലെങ്കിൽ IRGCയുടെ തലപ്പത്തുള്ള ആളുകൾ, അവരെ തിരഞ്ഞ് പിടിച്ച് വധിക്കുക. അങ്ങനെ ബുദ്ധികേന്ദ്രങ്ങളെ ഒഴിവാക്കുക വഴി ഇറാൻ്റെ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു നേതൃത്വത്തെ തന്നെ എലിമിനേറ്റ് ചെയ്യുക. നേതൃത്വമില്ലാതെ എങ്ങനെ രാജ്യത്ത് നിലനിൽക്കാനാവും? ഈ ഒരു തന്ത്രം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒന്നാം നിര നേതൃത്വം, രണ്ടാം നിര നേതൃത്വം, മൂന്നാം നിര, ഇങ്ങനെ
ഒന്നല്ലെങ്കിൽ അടുത്തത് വധിക്കപ്പെടും, ഏത് നിമിഷവും വധിക്കപ്പെടുമെന്ന പൂർണ്ണമായി ഉറപ്പുള്ള ഒരു സംവിധാനം. ഇതറിയാം ഇറാനിയൻ നേതൃത്വത്തിന്, ഇപ്പോഴത്തെ നേതൃത്വം അത് ആര് തന്നെ ആയാലും അറിയാം അവർ വധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തൻ്റെ പിൻഗാമി ആര്, ഇതേക്കുറിച്ച് കൃത്യമായ ഒരു ചാർട്ട് ഉണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ നിർണായക നിമിഷങ്ങളിലൂടെ, നിർണായക ദിവസങ്ങളിലൂടെ ഇറാൻ കടന്നു പോകുന്നു. അപ്പോൾ ഇറാൻ്റെ പലയിടങ്ങളിലായി നമ്മൾ നേരത്തെ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചല്ലോ, ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഗ്രാൻഡ് മോസ്കിൽ ഈ നിമിഷം ഇപ്പോൾ ചടങ്ങുകൾ നടക്കുകയാണ്. അയത്തുള്ള അലി ഖൊമേനിയുടെ ഭൗതിക ശരീരം അവിടെയുണ്ട്. അതിനു ചുറ്റും പല നേതാക്കളുമുണ്ട്. ആ പ്രദേശത്ത് പല നേതാക്കളും തമ്പടിക്കുന്നു. ഇവരെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി നേരിട്ടുമല്ലാതെയും ഈ ശവസംസ്കാര ചടങ്ങിൻ്റെ ഭാഗമാണ്. ഖോം എന്ന നഗരത്തിലേക്ക് കൊണ്ടുപോകുക 2 ദിവസത്തിന് ശേഷം. അത് മാത്രമല്ല നഗരപ്രദക്ഷിണം, ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ നഗരത്തിൻ്റെ എല്ലാ മുക്കും മൂലയിലേക്കും ഭൗതിക ശരീരം എത്തും, പൊതുദർശനത്തിനായി എത്തുന്ന ഒരു സമയമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. ഇവിടെ എല്ലാം തന്നെ വലിയ നേതൃത്വം, അവശേഷിക്കുന്ന നേതാക്കളിൽ പ്രധാനപ്പെട്ടവർ ഇവിടെയൊക്കെ തന്നെ നേതൃത്വം, സംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകാനായും ഭൗതികമായി അവരുടെ പ്രസൻസ് ഉണ്ട്. അവരെ ആരും പുറത്തധികം കണ്ടിട്ടില്ല. അപ്പം അവരെ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമാണ്, സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഇറാൻ IRGC കർശനമായ താക്കീത് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുകയാണ്, ഇസ്രായേൽ നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ തങ്ങളുടെ ഈ ദുർബലമായ നിമിഷം, ദുർബലമെന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ഈ ഒരു നിർണായകമായ സമയത്ത്, ഖബറടക്കവുമായി ബന്ധപ്പെട്ട 5-6 ദിവസം ഇറാൻ ഔദ്യോഗിക ദുഃഖാചരണത്തിലാണ്. ആ സമയത്തിൻ്റെ ആനുകൂല്യത്തിൽ ആ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് ആക്രമിക്കാനാണ് ഉദ്ദേശം എങ്കിൽ തിരിച്ചടി ഭയാനകമായിരിക്കും, അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന രീതിയിൽ രൂക്ഷമായ ഒരു വാർണിംഗ് ആണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി കൂടുതൽ നേതാക്കൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ കൂടുതൽ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രഹസ്യ അന്വേഷണ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കും. ആരാണ് കമാൻഡ് കൊടുക്കുന്നത്, ഇതൊക്കെ തന്നെ ഏറിയയിൽ ഒപ്പിയെടുക്കാൻ കഴിയും. ഓരോരുത്തരുടെയും നീക്കങ്ങൾ സാറ്റലൈറ്റ് ഇമേജിങ്ങിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ ആയിരക്കണക്കിന് ചാരന്മാർ ഇവിടങ്ങളിലുണ്ട്. ഇറാൻ ഉള്ളിലെ ചാരന്മാരാണ് കൃത്യമായി ഇസ്രായേൽ വിവരങ്ങൾ നൽകുന്നത്. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്നതല്ലേ ശരി. ഈ നേതാക്കളെയൊക്കെ വധിക്കാൻ കൃത്യമായി പ്രിസിഷൻ ബോംബിങ്ങിലൂടെ ഈ ഹമാസിൻ്റെ നേതാക്കളെ, ഹിസ്ബുള്ളയുടെ നേതാക്കളെ ഇറാൻ ഉള്ളിൽ കടന്ന് വധിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രായേലിന് കൃത്യമായ ചാരപ്രവർത്തനത്തിലൂടെ വിവരങ്ങൾ കൃത്യമായി എത്തുന്നു. ഇപ്പം അതീവ തീവ്രമായ ചാരപ്രവർത്തനം സമാന്തരമായി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇറാൻ ഉള്ളിൽ നടക്കും. അതുകൊണ്ട് നേരിട്ടൊരാക്രമണമായിരിക്കില്ല. ഈ നേതാക്കളുടെ എല്ലാം വെയർബൌട്ട്സ് എവിടെയാണ്, അവരുടെ സഞ്ചാരം എങ്ങനെയാണ്, ആരാണ് യഥാർത്ഥത്തിൽ ഈ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ അറിയാനുള്ള ഒരു ഒന്നാന്തരം അവസരം കൂടിയാണ്. കാരണം ഈ തങ്ങളുടെ ദൗർബല്യം ഇതാണ്, രഹസ്യാത്മകതയാണ് ഇറാൻ്റെ സ്ട്രെങ്ത്. ഈ രഹസ്യാത്മകതയെല്ലാം ആ പൂട്ട് പൊളിച്ചുകൊണ്ട് ഈ നേതാക്കളെല്ലാം കൂടി പല സ്ഥലങ്ങളിലായി വെളിയിൽ വരുമ്പോൾ ഈ ദൗർബല്യം വെളിയിലാകണം. അഖിലസ് ഹീൽ എന്ന് പറയാം. അവിടെ നോക്കി, അതായത് എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ ദൗർബല്യങ്ങളുണ്ടല്ലോ. ഇത് ശവസംസ്കാര ചടങ്ങ് നടത്താതിരിക്കാനാവില്ല. ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് ടു ദ വേൾഡ്. ഇറാൻ ജനത ഒറ്റക്കെട്ടാണ്, ഇറാൻ അവസാനിച്ചിട്ടില്ല, ഇറാൻ ഭരണകൂടം ഇതേ രൂപത്തിൽ നിലനിൽക്കുന്നു എന്ന് ലോകത്തോട് പറയാൻ വേണ്ടി കൂടിയാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഏതാണ്ട് 1.5 മുതൽ 2 കോടി വരെ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഇറാഖിലും ഇറാനിലുമായി ഇപ്പോൾ ഷിയ വിഭാഗത്തിൻ്റെ വലിയ ഒരു ആചാരമായി ഇത് മാറുകയാണ്. ആ രീതിയിലുള്ള സ്കെയിലാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇതിന് പാരലൽസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിന് പാരലൽ ഉണ്ടെങ്കിൽ അയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ സംസ്കാരം 1989 നടന്നു. 1989 മുതൽ അയത്തുള്ള അലി ഖൊമേനിയുടെ കാലഘട്ടം തുടങ്ങിയാണ്. ഈ അലി ഖൊമേനിയുടെ കാലഘട്ടമാണ് ഇറാൻ്റെ ഭരണ ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ, ആധുനിക ഇറാൻ്റെ ചരിത്രത്തിലെ ദീർഘമായ ഒരു പവർ സ്ട്രക്ചർ നിലനിന്ന കാലഘട്ടമാണ്. അപ്പോൾ അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ നിലനിർത്താൻ, ഇറാനിയൻ പൈതൃകം നിലനിർത്താൻ, ഇറാനിയൻ വ്യവസ്ഥ നിലനിർത്താൻ ഇദ്ദേഹത്തിന് നല്ലൊരു യാത്രയയപ്പ്, അന്തിമ യാത്രയയപ്പ് നൽകണമെന്ന് ഇറാൻ ജനതയും ഇപ്പോഴത്തെ ഭരണകൂടവും നിശ്ചയിച്ചുറപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് തന്നെ നേതാക്കൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതൊന്നും വേണമെങ്കിൽ ഭംഗ്യാന്തരയുടെ വളരെ മാളത്തിൽ നിന്ന് പുറത്തു വരുന്നു. അത് ഭീരുത്വമാണോ ധീരതയാണോ എന്നറിയാനാവില്ല. കാരണം ഇത് രണ്ട് തലയുള്ള വാളാണ്. ഇത് ധീരതയാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്തോളൂ എന്ന് ധീരതയാണ്. പക്ഷേ ചീറിപ്പാഞ്ഞു വരുന്ന റെയിൽവേ എഞ്ചിന് മുന്നിൽ വിരിമാറ് കാട്ടി നിൽക്കുന്നത് ധീരതയാണോ എന്ന് ചോദിച്ചാൽ അത് അത്ര ധീരതയല്ല. അതൊരു പ്രായോഗികതയുടെ വിഷയം കൂടി ഉണ്ട് ഇതിനകത്ത്. എങ്കിലും
ദേ പുട്ട് അപ്പ് എ വെരി വെരി ബ്രേവ് ഫേസ്. അങ്ങനെയാണ് ഈ നേതാക്കൾ പുറത്തു വരുന്നത്. ഇനി നോക്കൂ, ഇറാഖിലും ഉണ്ട് അൽ സിസ്താനി, ഗ്രാൻഡ് അയത്തുള്ള അലി അൽ സിസ്താനി എന്ന നേതാവുണ്ട്. അദ്ദേഹം അപ്പം ഇറാൻ ജനതയ്ക്ക് മാത്രമല്ല അയത്തുള്ള ഉള്ളത്, ഇറാഖി ജനതയിലും അവരുടെ ഇടയിലുമുണ്ട്. പക്ഷേ ഇതെല്ലാം ഷിയ ക്ലറിക്കുകളാണ്, ഉന്നത സ്ഥാനീയരായ ഷിയ ക്ലറിക്കുകളാണ്. അപ്പം ഇവിടെ ഈ ഷിയ ജനതയുടെ മൊത്തം, ഇതൊരു മുസ്ലിം ജനതയുടെ മൊത്തം ആവേശം എന്ന് പറയുന്നത് ശരിയല്ല. അറബി ലോകത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ അറബി ഇസ്ലാമിക സുന്നി ലോകത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഈ ഖബറടക്കം എന്നത് കൃത്യമായി പറയാനാവില്ല. അവർ ആദരം നൽകുന്നു. അവരുടെ പ്രതിനിധികൾ, സുന്നി അറബി രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള സുന്നികൾക്ക് നിർണായക മേൽക്കൈയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടെങ്കിലും ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നത മത നേതാവാണ്. അവരുടെ ആധ്യാത്മിക ജീവിതത്തിലെ, ഇനി അവരുടെ ഭൗതിക ജീവിതത്തിലെ പോലും വലിയ ഒരു സാന്നിധ്യമാണ്. പലരും എതിർക്കുന്നുവെങ്കിലും പലരും നയങ്ങളെ എതിർക്കുന്നു. അയത്തുള്ള അലി ഖൊമേനിയുടെ നയങ്ങളെ എതിർക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അർഹമായ ഷിയ ഘടനയിൽ അദ്ദേഹത്തിന് അർഹമായ വലിയ സ്ഥാനം, അത് മനസ്സിലെ സ്ഥാനമാണ്. ആ സ്ഥാനം നൽകിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ഈ മറ്റ് നേതാക്കൾ രംഗത്ത് വരുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ സമയം ഒരു തർക്കം, ഒരു വിവാദം, ഒരു ആക്രമണം, ഒരു കലാമിറ്റി അത് ഉണ്ടാവാതെ പോവുക എന്നതാണ് ലോകം ആഗ്രഹിക്കുന്നത്. കാരണം പിടിച്ചാൽ കെട്ടാത്ത രീതിയിലേക്ക് ഈ 5 ദിവസങ്ങളിൽ, ഇനി വരാൻ പോകുന്ന ജൂലൈ 5, 6, 7, 8, 9 ശവസംസ്കാരം കഴിയുന്നത് വരെയുള്ള ദിനങ്ങളിൽ നിർണായകമായ നിമിഷങ്ങളാണ്. അവിടെ ഉണ്ടാകുന്ന ചെറിയ ഒരു തീപ്പൊരി പോലും വലിയ അഗ്നിജ്വാലയായി മധ്യപൗരസ്ത്യ പ്രദേശത്തെ ആകമാനം വിഴുകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് ജാഗ്രതാപൂർവമായി അമേരിക്ക വളരെ ജാഗ്രതയോട് കൂടിയാണ് നിൽക്കുന്നത്. അത് ഈ ഒരു സമയം ആഞ്ഞടിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ അത് ചെയ്യാൻ സാധ്യതയില്ല. ഹോർമൂസിലൂടെ കപ്പലുകൾ സുഗമമായി പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ വെച്ച് അമേരിക്കൻ കപ്പൽപ്പടയുടെ ആസ്ഥാനം കൂടിയാണല്ലോ, 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമാണ് മനാമ. അവിടെ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ, ഒരു അറബി രാജ്യങ്ങളുടെ GCC രാജ്യങ്ങളുടെ ഒരു സമ്മേളനത്തിൽ അമേരിക്കൻ്റെ സെൻട്രൽ കമാൻഡ് ഒരു ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ധൈര്യമായി നിങ്ങൾ കപ്പലുകൾ വിട്ടോളൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഒരു സമാന്തര പാത കൂടി തുറന്നുകൊണ്ടാണ് ഇറാൻ പറഞ്ഞു, ഈ അവസരം നോക്കി നിങ്ങൾ കപ്പലുകൾ കടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ഇറാൻ്റെ ഭൂമിയോട് ചേർന്നുള്ള ഇറാൻ തന്നെ നിർദ്ദേശിച്ച ഒരു സുരക്ഷിത കപ്പൽ പാത ഉപേക്ഷിച്ച് ഒമാൻ തീരത്തിന്, UAEയുടെയും ഒമാൻ്റെയും തീരത്തിന് സമീപത്തുകൂടി, കുറച്ചുകൂടി ദക്ഷിണ ഭാഗത്തുകൂടി പുതിയൊരു കപ്പൽ പാത സുഗമമായി ഉപയോഗിക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ അത് 14 ധാരണയ്ക്ക്, 17-ാം തീയതി, ജൂൺ മാസം 17-ാം തീയതി എത്തിച്ചേർന്ന ഇടക്കാല ധാരണയ്ക്ക് വിപരീതമാണ്. തങ്ങൾ ഈ സമയത്തും, അതായത് ഖബറടക്ക ശുശ്രൂഷ നടക്കുന്ന സമയത്ത് പോലും ഈ കപ്പലുകളെ ആക്രമിക്കാൻ ഇറാൻ സന്നദ്ധമാകും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചില പ്രകോപനങ്ങൾ, നേരിട്ട് ഇറാന് നേരെ ആക്രമണം നടക്കാൻ സാധ്യതയില്ല. പക്ഷേ കൂടുതൽ കപ്പലുകൾ യുദ്ധത്തിന് മുമ്പ്, ഉപരോധത്തിന് മുൻപ് 130, ശരാശരി 130 കപ്പലുകളാണ് ഹോർമൂസ് കടന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത് ഏതാണ്ട് 45, 50, 60 കപ്പലുകൾ വീതം പോകുന്നുണ്ട്. കാരണം ചരക്ക് നീക്കം ഏതാണ്ട് സുഗമമായി വരുന്നു. സൗദി അറേബ്യ അതിന് 90% എണ്ണയും വെളിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ചെങ്കടൽ തീരത്ത് കൂടിയാണ്. UAEക്കും 90%-ലേക്കും കപ്പാസിറ്റി കൂട്ടിയിരിക്കുന്നു, ഉത്പാദനം കൂട്ടിയിരിക്കുന്നു, വിപണനം കൂട്ടിയിരിക്കുന്നു. UAE ഇത് നല്ല അവസരം, ഒപ്പക്കിൽ നിന്ന് മാറിയിരിക്കുന്നു. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് UAEയും തകൃതിയായി തകർത്താടുകയാണ്. രാജ്യങ്ങൾ ആർത്തി പിടിച്ച് എണ്ണ വാങ്ങുകയാണ്. $70 താഴേക്ക് പോയിരിക്കുന്നു എണ്ണയുടെ വില. $125 വരെ ബാരലിന് ഉണ്ടായിരുന്ന വില പെട്ടെന്ന് 40-45% ഇടിഞ്ഞ് ഒരു ന്യായമായ ലെവലിലേക്ക്, യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു. ഈ ഒരു സമയം ഉപയോഗിച്ചുകൊണ്ട് പുതിയ കപ്പൽപാതകൾ തുറക്കുകയും ഹോർമൂസിന് മേൽ ഇറാൻ ഒരു നിയന്ത്രണവുമില്ല എന്ന് വരുത്തി തീർക്കുകയും ചെയ്യാനായി ഈ 5 ദിവസങ്ങൾ അമേരിക്കയോ ഗൾഫ് രാജ്യങ്ങളോ ഉപയോഗിച്ചാൽ തങ്ങൾ അടങ്ങിയിരിക്കില്ല എന്നുകൂടി ഇറാൻ പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് രീതിയിൽ, അപ്രതീക്ഷിതമായ രീതിയിൽ ചില നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ നടക്കില്ല. കാരണം ഒരു ശവസംസ്കാര ചടങ്ങെന്ന് പറഞ്ഞാൽ ഏറ്റവും സെറീൻ അറ്റ്മോസ്ഫിയറാണ്. അവിടെ ഒന്നും ആരും വേണ്ടാധീനം കാണിക്കില്ല, വേണ്ടാത്ത ഇടപെടലുകൾ കാണിക്കില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ സങ്കീർണമാണ് സ്ഥിതിഗതികൾ. അതുകൊണ്ട് ജാഗ്രതാപൂർവ്വം കാത്തിരിക്കുക, ലോകം ഉദ്വേഗപൂർവ്വം കാത്തിരിക്കുകയാണ് ഈ സംസ്കാര ചടങ്ങുകൾ കഴിയുക. ഇതിനു ശേഷം ഇപ്പം സംസ്കാര ചടങ്ങിനുള്ളിൽ തന്നെ ഉയരുന്ന ചില മുദ്രാവാക്യങ്ങൾ, ചില പോർവിളികൾ ഒരു സൂചനയാണെങ്കിൽ
ഇറാൻ ജനത അമേരിക്കയ്ക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല. ഒരു കരാറൊക്കെ ഉണ്ട്, താൽക്കാലിക കരാറാണ്. അന്തിമ കരാറിൽ ഒപ്പിടാൻ ഇറാൻ ജനതയുടെ മനസ്സനുവദിക്കുന്നുണ്ടോ? ഇറാൻ ഭരണകൂടം അതിനനുകൂലമായിട്ടാണോ? അറിയില്ല, യഥാർത്ഥത്തിൽ അറിയില്ല. ആ വില്ലിങ്നെസ് ഇറാൻ ഉണ്ടോ എന്ന കാര്യവും പൂർണ്ണമായി നമുക്ക് ഇപ്പോൾ വായിച്ചെടുക്കാൻ ആവില്ല. ഒരു വിഭാഗം ജനത ചിന്തിക്കുന്നു തങ്ങൾക്ക് എന്നും ഈ അന്ത്രാളഘട്ടത്തിൽ നിൽക്കാനാവില്ല. ഒരു സമാധാന കരാറിലൂടെ മാത്രമേ ഇറാൻ്റെ ആസ്തികൾ സംരക്ഷിക്കാനും ഇറാൻ്റെ ഒരു ഇക്കണോമിക് മൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനും തങ്ങൾക്ക് വീട്ടിൽ തീ പോകാനും കഴിയുമെന്ന് ചിന്തിക്കുന്നു. പക്ഷേ മഹാഭൂരിപക്ഷം ഇപ്പോഴും ഒരു ഹോക്കിഷ് സ്റ്റാൻഡാണ്. അത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ്. ഈ വറചട്ടിയിൽ നിന്നും എരുതിയിലേക്കാണോ ഇറാൻ വീണിരിക്കുന്നത്? മുജ്തബ ഖൊമേനി കാലഘട്ടമാണിപ്പോൾ. അത് ആയത്തുള്ള ഇപ്പോൾ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ആയത്തുള്ള അലി ഖൊമേനി ഒരു സ്റ്റെബിലൈസിങ് ഫാക്ടർ കൂടിയായിരുന്നു. 17 വർഷം ഒരു സ്റ്റേബിളായി ആണ് ഇറാനെ കൊണ്ടുപോയത്. ഉപരോധങ്ങൾ നേരിട്ടു, കർശനമായ നിലപാടുകളെടുത്തു, ആൻറ്റി അമേരിക്കനിസം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോഴും ഒരു പൊട്ടിത്തെറിയിൽ എത്തി നിൽക്കാതിരിക്കാൻ ആയത്തുള്ള അലി ഖൊമേനിയുടെ സാന്നിധ്യം സഹായകരമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നേതൃത്വം, അത് മുജ്തബ ഖൊമേനി ആയിക്കൊള്ളട്ടെ, IRGCയുടെ തലപ്പത്തുള്ള ആളുകളായിക്കൊള്ളട്ടെ, കുറച്ചുകൂടി ഹാർഡ് ലൈനേഴ്സ്, തീവ്ര വികാരക്കാരായ ആളുകളാണ് എന്നതാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കണ്ടെത്തൽ. അതുകൊണ്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായോ? ഇറാനെ പ്രകോപിപ്പിച്ചു, പ്രകോപനമൊക്കെ നേരിട്ടു, ഒക്കെ ശരിയാണ്. പക്ഷേ കൂടുതൽ തീവ്രമായ രീതിയിൽ ഇറാൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടോ എന്ന സന്ദേഹം കൂടിയുണ്ട്. വരാനിരിക്കുന്ന നാളുകൾ, ഈ ഖബറടക്കത്തിന് ശേഷമുള്ള നാളുകളിൽ ഇറാൻ എങ്ങനെയാണ് ഈ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നത്, പ്രകോപനങ്ങളെ അതിജീവിക്കുന്നത്, സമാധാന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം.